ഹലോ സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. അപ്പോൾ ഇന്ന് വന്നിട്ട് നെക്സ്റ്റ് 7 ഡേയ്സിലോട്ടുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് ആണ് നോക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഓൾറെഡി ഞാനിവിടെ 2 ഓപ്ഷൻസ് എടുത്തു വച്ചിട്ടുണ്ട്. ഇതാണ് ഓപ്ഷൻ 1 ദ ക്യാറ്റ്, ഇത് ഓപ്ഷൻ 2 ദ മൗസ്. ഓക്കെ, അപ്പോൾ കുറച്ചൊരു കാം എനർജിയിലിരുന്നിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ തരുന്ന എല്ലാ സ്നേഹത്തിനും സപ്പോർട്ടിനും ലോട്ട് ഓഫ് താങ്ക്സ്. അപ്പോൾ നിങ്ങൾ പൈൽ സെലക്ഷൻ നടത്തുക, നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. താങ്ക് യു. ഹലോ പൈൽ നമ്പർ 1, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം നിങ്ങളുടെ നെക്സ്റ്റ് 7 ഡേയ്സിലോട്ടുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണ്. നിങ്ങൾക്കുള്ള കാർഡ്സ് ഞാൻ ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ട്. ഇവിടെ ഫസ്റ്റ് വന്നിട്ട് ക്യാറ്റ് സ്പിരിറ്റ് ആണ് വന്നിരിക്കുന്നത്. ടൈം ടു റിലാക്സ്, കൺസേർവ് യുവർ എനർജി. ഓക്കെ, ഈ ഒരു വീക്കിൽ നിങ്ങൾക്ക് ഒത്തിരി എനർജി ആവശ്യമായിട്ട് വരുന്നുണ്ടാകാം. ചിലപ്പോൾ ഒത്തിരി ബിസി ആയിട്ടിരിക്കുന്ന ടൈം പീരീഡ് ആയിരിക്കാം. ഒത്തിരി കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ടുണ്ടാകാം. അല്ലെങ്കിൽ പാസ്റ്റിൽ എന്തെങ്കിലുമൊക്കെ എനർജീസ് നിങ്ങളുടെ ഓറേനെ എഫക്റ്റ് ചെയ്യുന്നുണ്ടാകാം. അപ്പോൾ അതൊക്കെ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട്, ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചൊരു റെസ്റ്റ് ആൻഡ് റിപ്പയറിൻ്റെ എനർജിയിൽ കൂടെ നിങ്ങൾ കടന്നു പോകാനായിട്ട് ശ്രമിക്കുക. ആവശ്യത്തിന് വിശ്രമിക്കുക. നൈറ്റ് ടൈമിൽ നിങ്ങളുടെ സ്ലീപ്പ് പാറ്റേൺസിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, കുറച്ച് പേർക്ക് നിങ്ങൾക്ക് ചുറ്റും എന്താണ് നടക്കുന്നത് അതിനെക്കുറിച്ചിട്ട് കുറച്ചൊന്ന് വിജിലൻ്റായിട്ട് ശ്രദ്ധയോടുകൂടി ഇരിക്കാനായിട്ടും ഈ ഒരു വീക്കിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് പേർക്ക് ഇവിടെ നിങ്ങളുടെ എനർജി പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുക. ആവശ്യമുള്ള സ്ഥലത്ത് നിങ്ങൾ നിങ്ങളുടെ എനർജി കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എപ്പോൾ സൈലൻ്റ് ആയിട്ടിരിക്കണം, എപ്പോൾ പ്രവർത്തിക്കണം, അതിലൊരു ക്ലാരിറ്റി, വ്യക്തത, നിങ്ങളുടെ വിസ്ഡം ട്രസ്റ്റ് ചെയ്തിട്ട്, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഡിസിഷൻസ് എടുക്കുക. ഓക്കെ, ഇവിടെ പ്യൂരിറ്റി ആണ് വന്നേക്കുന്നത്. യൂണിക്കോണിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഓൾവേസ് ട്രസ്റ്റ് ഇൻ ദ പ്യൂരിറ്റി ഓഫ് യുവർ ഹാർട്ട്. ഇവിടെ നിങ്ങളുടെ ഹാർട്ട് സ്പേസിൽ ഒത്തിരി ഹീലിംഗ് എനിക്ക് ഈ ഒരു വീക്കിൽ ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഉള്ളിൽ ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. എന്തുകൊണ്ടിട്ടാണ് ഈ ഒരു വ്യക്തി ഇങ്ങനെ പെരുമാറുന്നത്, എന്തുകൊണ്ടിട്ടാണ് എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിക്കുന്നത്, അതിൽ നിങ്ങൾക്ക് ഒത്തിരി ക്ലാരിറ്റി, ഒത്തിരി ആൻസേഴ്സ് നിങ്ങളുടെ അടുത്തോട്ട് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇൻറ്റ്യൂഷൻ ത്രൂ ആയിരിക്കാം. കുറച്ച് പേർക്ക് നിങ്ങൾക്ക് ഓൾറെഡി ആൻസർ അറിയുന്നുണ്ടാകാം. അതിലൊരു എന്താ പറയുക, ഒരു കൺഫർമേഷൻ ആയിരിക്കാം. കുറച്ച് പേർക്ക് എന്തെങ്കിലും ഹെൽപ്പ് ആയിരിക്കാം. ഓക്കെ, ഒരു സഹായം ത്തിൻ്റെ രൂപത്തിൽ നിങ്ങളുടെ മുന്നിലോട്ട് എന്തെങ്കിലുമൊക്കെ എനർജീസ് വരുന്നുണ്ടാകാം. നിങ്ങളുടെ ആ ഒരു ഡിഫിക്കൽട്ട് സൈക്കിളിൽ നിന്നിട്ട് നിങ്ങളെ പുറത്തോട്ട് കടത്താൻ വേണ്ടിയിട്ട്. ഓക്കെ, അതുപോലെ തന്നെ ഒത്തിരി സ്നേഹം, കമ്പാഷൻ്റെ എനർജിയും കാണാൻ സാധിക്കുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ആ ഒരു മനസ്സിൻ്റെ പ്യൂരിറ്റി, ആ ഒരു നന്മ എന്താ പറയുക, മറ്റുള്ളവർ അപ്രീഷിയേറ്റ് ചെയ്യുന്നതായിട്ട്, മറ്റുള്ളവർക്ക് മനസ്സിലാകുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പാസ്റ്റിൽ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൻ്റെ നന്മ കൊണ്ടിട്ട് എന്തെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടാകാം, എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാകാം. പക്ഷെ അത് നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്തിട്ടുണ്ടാകാം. ഓക്കെ, അപ്പോൾ അവിടെ കുറച്ചൊരു ഹീലിംഗ് ഈ ഒരു സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ 10 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. ഓക്കെ, ഈ ഒരു വീക്കിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ വന്നിട്ട് ഒത്തിരി സ്പിരിച്വൽ എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കുറച്ച് പേർക്ക് ഒത്തിരി ഹോപ്പ്ഫുള്ളായിട്ടിരിക്കാനായിട്ട് സാധിക്കുന്നുണ്ടാകാം. ഓക്കെ, കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ബോഡിയിൽ എന്തെങ്കിലുമൊക്കെ പെയിൻ മാനിഫെസ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ, എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസിൽ കൂടെ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ അവിടെയെല്ലാം കുറച്ചും കൂടെ ഒരു ആശ്വാസം കണ്ടെത്താനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് എന്തെങ്കിലും ഡിഫിക്കൽട്ടായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ എൻഡ് ചെയ്യുന്നതും ആകാം. അത് നിങ്ങളുടെ മനസ്സിൽ ഒത്തിരി ഹോപ്പ് കൊണ്ടുവരുന്നതായിട്ടും ഒത്തിരി പ്രത്യാശ കൊണ്ടുവരുന്നതായിട്ടും ഈ വീക്കിൻ്റെ ബിഗിനിങ്ങിൽ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ കുറച്ചും കൂടെ പീസ്ഫുൾ എനർജിയിലോട്ട് നിങ്ങൾ മൂവ് ചെയ്യുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഇവിടെ എനിക്ക് 4 ഓഫ് സോഡ്സിൻ്റെ എനർജിയും കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ഡെവിലിൻ്റെ എനർജിയാണ്. വീക്കിൻ്റെ മിഡിൽ ടൈമിൽ വന്നിട്ട് മണി ഫിനാൻസ് കുറച്ചും കൂടെ ഫോക്കസിൽ വരുന്നുണ്ടാകാം. എന്തെങ്കിലുമൊക്കെ മണി ഫിനാൻസ് ആയിട്ടുള്ള ഡീലിങ്സ് ആയിരിക്കാം, കോൺട്രാക്റ്റ് സൈൻ ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ മണി സ്പെൻഡ് ചെയ്യുന്നതായിരിക്കാം. അപ്പോൾ അവിടെയെല്ലാം കുറച്ചൊന്ന് കെയർഫുൾ ആകുക. ഈ ഒരു സമയത്ത് വന്നിട്ട് കുറച്ച് പേർക്ക് എന്തെങ്കിലും ടോക്സിക് എനർജി ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ചുറ്റും, അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും പാറ്റേൺസിൽ നിങ്ങൾക്ക് ഹീലിംഗ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഈ ഒരു സമയത്ത് പോസിബിൾ ആകുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ ഒത്തിരി പാഷൻ്റെ എനർജിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു സമയത്ത് വന്നിട്ട്. ഇവിടെ 10 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. നിങ്ങൾക്ക് 2 10 വന്നിട്ടുണ്ട്. 10 എനർജി. എന്തെങ്കിലുമൊക്കെ കംപ്ലീഷൻ ഉണ്ടായിട്ട് ഒരു ന്യൂ ഫേസിലോട്ട് കുറച്ച് പേര് ഈ ഒരു വീക്കിൽ കിടക്കുന്നുണ്ടാകാം. ഈ ഒരു വീക്കിൻ്റെ എൻഡിൽ വന്നിട്ട്
മണി, ഫിനാൻസ്, അതുപോലെ തന്നെ ഫാമിലി മാറ്റേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺവെർസേഷൻസ് ഈ ഒരു സമയത്ത് നടക്കുന്നുണ്ടാകാം. കുറച്ച് പേരോട് എന്തെങ്കിലും ഗോസിപ്പിൻ്റെ എനർജി, എന്തെങ്കിലും എഗെയിൻ ടോക്സിസിറ്റി നിങ്ങൾക്ക് ചുറ്റുമുണ്ടെങ്കിൽ കുറച്ചൊന്ന് ഹെൽത്തി ബൗണ്ടറി സെറ്റ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പാർട്ട്ണർഷിപ്പിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാകുന്നുണ്ട്, അല്ലെങ്കിൽ റിലേഷൻഷിപ്സിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ബാലൻസ്ഡ് ആയിട്ട് നിങ്ങൾ അതിനെ കൈകാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ. അതുപോലെ തന്നെ ഒത്തിരി ഹാപ്പിനെസ്സിൻ്റെ എനർജിയും ഈ ഒരു സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ പേജ് ഓഫ് വോൺസിൻ്റെ എനർജിയാണ്. ന്യൂ ഇൻസ്പിറേഷൻ, ന്യൂ ഐഡിയാസ് നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നുണ്ടാകാം. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെ നിങ്ങൾ തിങ്ക് ചെയ്യാനായിട്ട്, അവിടെ നിങ്ങളുടെ എനർജി ഫോക്കസ് ചെയ്യാനായിട്ട് ഈ ഒരു വീക്ക് ശ്രദ്ധിക്കുക. ഓക്കെ. ന്യൂ വേയിൽ, ഇതുവരെ നിങ്ങൾ ചിന്തിക്കാത്ത രീതിയിൽ കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആയിട്ട് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, ആ ഒരു ഏരിയയിൽ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യുക. ഇവിടെ 5 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. 5 വന്നിട്ട് ചേഞ്ചിൻ്റെ എനർജിയാണ്. ഇവിടെ നിങ്ങളോട് എഗെയിൻ പാസ്റ്റിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും മനസ്സിന് വിഷമം നൽകുന്ന പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, എങ്ങനെ അതിൽ നിന്ന് ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർന്നു വരാനായിട്ട് എനിക്ക് സാധിക്കും, അതിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ ഓവറായിട്ട് അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുന്നുണ്ട്, കരയുന്നുണ്ട്, നിങ്ങൾക്ക് സപ്പോർട്ട് ലഭിക്കുന്നില്ല, ഒരു യൂണിറ്റിയുടെ എനർജി ലഭിക്കുന്നില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളിൽ കൂടെ പോകുന്നുണ്ടെങ്കിൽ എങ്ങനെ അത് ഹീൽ ചെയ്യാം, ആ പാസ്റ്റ് എങ്ങനെ ലെറ്റ് ഗോ ചെയ്തിട്ട് മുന്നോട്ട് പോകാം, ആ ഒരു എനർജിയിൽ ഫോക്കസ് ചെയ്യുക ഈ ഒരു വീക്കിൽ വന്നിട്ട്. ഓക്കെ. അപ്പോൾ ഇതിന് പകരമായിട്ട് നിങ്ങൾ പേജ് ഓഫ് വോൺസിൽ ഫോക്കസ് ചെയ്യുക. പുതിയ പുതിയ കാര്യങ്ങൾ, എങ്ങനെ എൻ്റെ ലൈഫ് കുറച്ചും കൂടെ ബെറ്റർ ആക്കാം, ഗ്രോത്ത് എങ്ങനെ കൊണ്ടുവരാം, ഓക്കെ, അതിൽ ഫോക്കസ് ചെയ്യുക ഈ ഒരു വീക്ക് വന്നിട്ട്. വേറെ എന്തൊക്കെ എനർജീസ് ഉണ്ടെന്ന് നോക്കാം നിങ്ങൾക്ക് ഈ ഒരു വീക്കിൽ വന്നിട്ട്. താങ്ക് യു. പൈൽ നമ്പർ 1, താങ്ക് യു. ബേർഡ് ഫ്ലൈയിങ്, ന്യൂസ് ഈസ് ഓൺ ദ വേ. നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ, എന്തെങ്കിലുമൊക്കെ പോസിറ്റീവായിട്ടുള്ള ന്യൂസ് ഈ ഒരു വീക്ക് റിസീവ് ആകുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഇത് ട്രാവൽ പ്ലാൻസ് ആയിരിക്കാം, ട്രാവൽ ബ്ലെസ്സിങ് ആയിരിക്കാം. ഓക്കെ, താങ്ക് യു. ഇവിടെ വന്നിട്ട് ഹേർട്ട് വന്നിട്ടുണ്ട്. ലവ്, ഡീപ്പ് എഫെക്ഷൻ ആൻഡ് കെയറിങ്. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, കമ്പാഷൻ, സ്നേഹത്തിൻ്റെ എനർജി കാണാൻ സാധിക്കുന്നുണ്ട്. ഒത്തിരി കെയറിങ്, അഫെക്ഷനേറ്റ് ആയിട്ടുള്ള ഒരു എനർജി. ബീറ്റിൽ, ഗുഡ് ലക്ക്, ഒത്തിരി ഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ഒരു എനർജി ഈ ഒരു വീക്കിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒത്തിരി സ്പിരിച്വൽ സപ്പോർട്ട്, ഈശ്വരൻ്റെ ഒത്തിരി പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് ഈ ഒരു വീക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഇത് യൂണിറ്റിയുടെ എനർജി ആയിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എല്ലാവരും ചേർന്ന് യൂണിറ്റിയോടുകൂടി പ്രവർത്തിക്കാനായിട്ട് കുറച്ച് പേർക്ക് ഈ ഒരു വീക്ക് സാധിക്കുന്നുണ്ടാകാം. ഓക്കെ. ഇവിടെ ട്രീ വന്നിട്ടുണ്ട്. അഫെയർസ് വിത്ത് യുവർ ഫാമിലി. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, ഫാമിലി, നിങ്ങളുടെ കുടുംബം, അതെല്ലാം ഈ ഒരു വീക്കിൽ ഫോക്കസിൽ വരുന്നുണ്ട്. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ബ്ലെസ്സിങ്സ് നിങ്ങളുടെ ലൈഫിലോട്ട് കടന്നു വരുന്നുണ്ടാകാം. അതുപോലെ തന്നെ കുറച്ച് പേർക്ക് ഇവിടെ ഈ ഒരു വീക്കിൽ ഗ്രീഡി ആയിട്ടുള്ളൊരു വ്യക്തി, അല്ലെങ്കിൽ മണി ഫിനാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ പാസ്റ്റിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, എന്തെങ്കിലും റോങ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ കുറച്ച് പേർക്ക് അവിടെ ഒരു ഹീലിംഗ്, അവിടെ നിന്നിട്ട് മാറണം, കുറച്ചും കൂടെ പോസിറ്റീവായിട്ട് മൂവ് ചെയ്യണം, ആ ഒരു എനർജിയിലോട്ട് വരുന്നതായിട്ടും ഈ ഒരു വീക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ. ഫൈനലായിട്ട് നിങ്ങളുടെ എഫർമേഷൻ എന്താണ്, ഈ ഒരു വീക്കിലോട്ടുള്ള എഫർമേഷൻ എന്താണ്? പൈൽ നമ്പർ 1ൻ്റെ എഫർമേഷൻ എന്താണ്? 5 ഓഫ് വോൺസിൻ്റെ എനർജി. ഐ സീ ദ ലൈറ്റ് ഇൻ അതേഴ്സ്, ഐ ആം ഡൂയിങ് ദ ബെസ്റ്റ് ഐ ക്യാൻ. ഓക്കെ. ഇവിടെ വന്നിട്ട് നിങ്ങളുടെയും അതുപോലെ തന്നെ മറ്റുള്ളവരുടെയും ഉള്ളിലുള്ള ഡിവൈൻ ലൈറ്റ്, ആ ഒരു ഈശ്വരൻ്റെ ചൈതന്യം നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഐ ആം ഡൂയിങ് ദ ബെസ്റ്റ് ഐ ക്യാൻ. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിൻ്റെ റിസൾട്ട് എന്താകും, ഇനി മുന്നോട്ട് എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ ഞാൻ നന്നായിട്ട് പെരുമാറി പക്ഷെ തിരിച്ചെന്നോട് അങ്ങനെ പെരുമാറിയില്ല, അങ്ങനത്തെയൊക്കെ എനർജീസിലിരിക്കുന്നുണ്ടെങ്കിൽ അത് ലെറ്റ് ഗോ ചെയ്തിട്ട് നിങ്ങളുടെ മനസ്സിൻ്റെ പ്യൂരിറ്റിക്ക് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക, സത്യസന്ധമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ഓക്കെ. അപ്പോൾ മെയിനായിട്ട് ഈ ഒരു വീക്കിൽ നിങ്ങളുടെ വിസ്ഡം, നിങ്ങളുടെ ഉള്ളിലെ അറിവ്, ഓക്കെ, നിങ്ങളെ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നതാണ് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയാണ് പൈൽ നമ്പർ 1 സെലക്ട് ചെയ്തവരുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഹലോ പൈൽ നമ്പർ 2, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം നിങ്ങളുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണ് ഫോർ നെക്സ്റ്റ് 7 days.
അപ്പോൾ നിങ്ങൾക്കുള്ള കാർഡ്സ് ഞാൻ ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഫസ്റ്റ് വന്നിട്ട് ദ മൗസ് ആണ്, മൗസ് സ്പിരിറ്റ് ആണ് വന്നിരിക്കുന്നത്. യു മേ ഫീൽ സ്മോൾ ബട്ട് യു ആർ സ്ട്രോങ്ങർ ദാൻ യു നോ. ഓക്കെ, ഫസ്റ്റ് വന്നിട്ട് നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത്, നിങ്ങളുടെ ശക്തി മനസ്സിലാക്കിയിട്ട് പെരുമാറാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് ഇത് സെൽഫ് വർത്തിൻ്റെ ഇഷ്യൂസ് ആയിരിക്കാം. നിങ്ങൾക്ക് ആവശ്യമുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട്, വാല്യൂ കൊടുക്കാനായിട്ട് ചില സമയങ്ങളിൽ നിങ്ങൾ മറന്നു പോകുന്നുണ്ടാകാം. അപ്പോൾ നിങ്ങളെ ഒരിക്കലും ചെറുതാക്കി കാണാതിരിക്കുക. ഓക്കെ, അതാണ് ഫസ്റ്റ് ഒരു ഗൈഡൻസ് വന്നിട്ട് ഈ ഒരു വീക്കിലോട്ട്. രണ്ടാമത്തെ കാര്യം വന്നിട്ട് ചിലപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ വിട്ട് കളയുന്നുണ്ടാകാം, മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിൽസ് നമ്മൾ വിട്ട് കളയുന്നുണ്ടാകാം. പക്ഷെ പിന്നീട് അത് നമുക്കൊരു പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാകാം. അപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ചും കൂടെ വൃത്തിയായിട്ട്, കുറച്ചും കൂടെ ബാലൻസ്ഡ് ആയിട്ട് ചെയ്യാനായിട്ട് ഈ ഒരു വീക്ക് ശ്രദ്ധിക്കുക. ഓക്കെ, ആ ഒരു ഗൈഡൻസും കുറച്ച് പേർക്ക് എനിക്ക് ഈ ഒരു വീക്കിൽ ഫീൽ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വന്നിട്ട് ഡിവിനിഷൻ്റെ എനർജിയാണ്. എംബ്രേസ് യുവർ പവർ ഓഫ് ഡിവിനിഷൻ. ഇവിടെ പറയുന്നത് നിങ്ങളുടെ ഉള്ളിലെ അഗെയിൻ ആ ഒരു ഇന്നർ സ്ട്രെങ്ത്, നിങ്ങളുടെ പവേഴ്സ്, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ, അത് നിങ്ങൾ എത്രത്തോളം ട്രസ്റ്റ് ചെയ്യുന്നു, എത്രത്തോളം പോളിഷ് ചെയ്തെടുക്കുന്നു, അത്രയും നിങ്ങൾക്ക് ഈ ഒരു വീക്കിൽ ബ്യൂട്ടിഫുള്ളി നിങ്ങളുടെ ലൈഫ് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. കുറച്ച് പേർക്ക് ഈ ഒരു വീക്കിൽ ക്യാൻഡിൽസ് ആയിട്ട് അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് കൂടുതൽ കണക്ട് ചെയ്യാനായിട്ട്, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലുമൊക്കെ റിച്വൽസ്, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ടാകാം. ഓക്കെ, കുറച്ച് പേർക്ക് ഇവിടെ വന്നിട്ട് നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ, എന്ത് പ്രശ്നങ്ങളിൽ കൂടിയാണോ പോകുന്നത്, അതിനൊരു വ്യക്തത, ഒരു ക്ലാരിറ്റി ലഭിക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇത് പാസ്റ്റിലെ എന്തെങ്കിലുമൊക്കെ കർമ്മ ഹീലിംഗ് റിലീസ് ചെയ്യുന്ന ഒരു എനർജിയും ആകാം. ഇവിടെ നമുക്ക് ഫയർ, അഗ്നിശുദ്ധിയുടെ എനർജി കാണാൻ സാധിക്കുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ആങ്കർ ഇഷ്യൂസ് ആയിരിക്കാം, ഫയറായിട്ട് കണക്ട് ചെയ്തേക്കുന്ന എന്തെങ്കിലും എനർജീസ് ആയിരിക്കാം. അവിടെ കുറച്ചൊരു ബാലൻസ് കൊണ്ടുവരാനായിട്ട് കുറച്ച് പേർക്ക് സാധിക്കുന്നുണ്ടാകാം. അത് എഗെയിൻ വന്നിട്ട് നിങ്ങൾ കുറേ കൂടെ സ്പിരിച്വൽ ആകണ സമയത്ത് മെഡിറ്റേഷൻ ചെയ്യുക, പ്രേയേഴ്സ് നടത്തുക, ക്രിസ്റ്റൽസ്, ക്യാൻഡിൽസ് ഒക്കെ ആയിട്ട് കണക്ട് ചെയ്യണ സമയത്ത് കുറേ കൂടെ നിങ്ങൾക്ക് ആ ഒരു ഇഷ്യൂസ് ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഇത് നിങ്ങളുടെ ബോഡി ഇഷ്യൂസ് ആകാനായിട്ടും ചാൻസസ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ന്യൂ ഡയറക്ഷൻ നിങ്ങൾ ഈ ഒരു വീക്കിൽ തിരഞ്ഞെടുക്കുന്നുണ്ടാകാം. കണ്ടോ, പാഷൻ്റെ എനർജി, നൈറ്റ് ഓഫ് വോൺസ് ആണ് വന്നിരിക്കുന്നത്. ഈ ഒരു വീക്കിൻ്റെ സ്റ്റാർട്ടിങ് വന്നിട്ട് ഒത്തിരി പാഷനേറ്റ് ആയിട്ടുള്ള എനർജിയാണ്. എല്ലാം ചെയ്യണം, ഭയങ്കര എനർജി, എല്ലാം ചെയ്യാനായിട്ടുള്ള ആ ഒരു എൻതൂസിയാസം കാണാൻ സാധിക്കുന്നുണ്ട്. കുറച്ച് പേർക്ക് ട്രാവൽ ബ്ലെസ്സിങ് ആയിരിക്കാം. ഒത്തിരി ഫ്രീക്വൻ്റ് ആയിട്ട് ട്രാവൽ ചെയ്യാനായിട്ട് നിങ്ങൾ ഈ ഒരു വീക്കിൻ്റെ സ്റ്റാർട്ടിങ് പീരീഡ് ചൂസ് ചെയ്യുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് എന്തെങ്കിലും കരിയറായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പാഷനായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒത്തിരി ബിസി ആയിട്ടിരിക്കുന്ന ഒരു ടൈം പീരീഡായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ 10 ഓഫ് വോൺസിൻ്റെ എനർജിയാണ്. ഈ ഒരു വീക്കിൻ്റെ മിഡിൽ ടൈം വരുന്ന സമയത്ത് നിങ്ങളുടെ ഹെൽത്ത് കുറച്ചൊന്ന് ടേക്ക് കെയർ ചെയ്യുക. ഇവിടെ നിങ്ങൾ ചിലപ്പോൾ ഒത്തിരി റെസ്പോൺസിബിലിറ്റീസ്, ഒത്തിരി ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നുണ്ടാകാം, ഒത്തിരി കാര്യങ്ങൾ ചെയ്ത് തീർക്കാനായിട്ടുണ്ടാകാം. അപ്പോൾ വൈസായിട്ട്, ബുദ്ധിപൂർവ്വം ഓരോ ചോയ്സസ് എടുക്കാനായിട്ട് ഈ ഒരു സമയത്ത് ശ്രദ്ധിക്കുക. ഓക്കെ, ഇവിടെ നൈറ്റ് ഓഫ് സോഡ്സിൻ്റെ എനർജി, 2 നൈറ്റ് നിങ്ങൾക്ക് ഇവിടെ വന്നിട്ടുണ്ട്. അഗെയിൻ ട്രാവലിൻ്റെ എനർജി, വീക്കിൻ്റെ എൻഡോടുകൂടി ഒത്തിരി ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു എനർജി കാണാൻ സാധിക്കുന്നുണ്ട്. കുറച്ച് പേർക്ക് അഗെയിൻ നിങ്ങളുടെ ആ ഒരു ആങ്കർ ഇഷ്യൂസ് കുറച്ചൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എടുത്ത് ചാടി നിങ്ങൾ പെട്ടെന്നൊരു തീരുമാനം എടുക്കുക, പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന എനർജിയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് ശ്രദ്ധിക്കുക ഈ ഒരു ടൈമിൽ വന്നിട്ട്. ഇവിടെ ദ ലവേഴ്സ് വന്നിട്ടുണ്ട്. ഈ ഒരു വീക്കിൽ നിങ്ങൾ മെയിനായിട്ട് ഹീലിങ്ങിൽ ഫോക്കസ് ചെയ്യുക. കുറച്ച് പേർക്ക് ഇത് നിങ്ങളുടെ ഹെൽത്ത് ഇഷ്യൂസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കാം. നിങ്ങളുടെ ബോഡിക്ക് റെസ്റ്റ് കൊടുക്കുക, എന്തെങ്കിലും പ്രശ്നങ്ങളിൽ കൂടെ പോകുന്നുണ്ടെങ്കിൽ അത് ഹീൽ ചെയ്യാനായിട്ട് ടൈം കൊടുക്കുക. ഓക്കെ, കുറച്ച് പേർക്ക് ഇത് വന്നിട്ട് ലൈഫിൻ്റെ പോസിറ്റീവ് സൈഡ്, ആ ഒരു ഏരിയയിലോട്ട് കുറച്ചും കൂടെ ഫോക്കസ് കൊടുക്കാനായിട്ട് പറയുന്നുണ്ട്. ഇവിടെ 10 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ് വന്നേക്കുന്നത്. ഇവിടെ കുറച്ച് പേര് ഓവർ തിങ്കിങ് എനർജിയിൽ ഇരിക്കുന്നുണ്ട്. ചെറിയൊരു കാര്യമായിരിക്കാം, പക്ഷെ തിങ്ക് ചെയ്ത് നമ്മുടെ ഇമാജിനേഷൻ പവർ യൂസ് ചെയ്തിട്ട് നടക്കാൻ പോകുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കും, അങ്ങനെ ഓർത്ത് ടെൻഷൻസ് അടിക്കുന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് ശ്രദ്ധിക്കുക ഈ ഒരു വീക്ക് വന്നിട്ട്. അതിന് പകരം എഗെയിൻ ഹീലിങ്ങിൻ്റെ എനർജി, ആ ഒരു കമ്പാഷൻ്റെ എനർജി, യൂണിറ്റിയുടെ എനർജി, രണ്ടുപേരും ചേർന്ന് ചെയ്യുന്ന കാര്യങ്ങൾ, അതിലെല്ലാം കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യാനായിട്ടാണ് പറയുന്നത്.
ഓക്കെ, നിങ്ങളുടെ നെക്സ്റ്റ് എനർജീസ് നോക്കാം. താങ്ക് യു. പൈൽ നമ്പർ 2. പൈൽ നമ്പർ 2. ഇവിടെ വന്നിട്ട് ഫാൻ, റൊമാൻസ്, സെലിബ്രേഷൻ, പാർട്ടി. ഈ ഒരു വീക്കിൽ നിങ്ങൾക്ക് ചെയ്യുന്ന കാര്യങ്ങളിൽ ഒത്തിരി സക്സസ് ലഭിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഒത്തിരി ഫാൻ ഫോളോവേഴ്സ് ലഭിക്കുന്നുണ്ടാകാം. ഒത്തിരി പേര് നിങ്ങളുടെ നിങ്ങളുടെ കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടാകാം. നിങ്ങൾക്ക് ഒത്തിരി അപ്രീസിയേഷൻ ലഭിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഇത് സെലിബ്രേഷൻ്റെ എനർജിയാണ്, പാർട്ടിയുടെ എനർജിയാണ്. നിങ്ങൾക്ക് ആഘോഷിക്കാനായിട്ട് ഒത്തിരി മൂമെൻറ്റ്സ് ഉണ്ടാകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ട്രാവൽ ബ്ലെസ്സിങ്ങും കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ റൊമാൻസ്, ലവ് റൊമാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒത്തിരി പോസിറ്റീവ് എനർജി കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു വീക്കിൽ വന്നിട്ട്. വേറെന്ത് എനർജിയാണുള്ളത്? താങ്ക് യു. ഇവിടെ വന്നിട്ട് ഡെസ്ക്, പേ അറ്റൻഷൻ ടു യുവർ വർക്ക്. ഈ ഒരു വീക്കിൽ നിങ്ങൾക്ക് ഒത്തിരി പ്രൊജക്ട്സ് ലഭിക്കുന്നുണ്ടാകാം, ഒത്തിരി വർക്ക് ലഭിക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ന്യൂസ്, ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ടാകാം. അപ്പോൾ അതിലെല്ലാം കുറച്ചും കൂടെ ശ്രദ്ധിക്കാനായിട്ട് ഈ ഒരു വീക്കിൽ പറയുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേർക്ക് ഇവിടെ എന്തെങ്കിലുമൊക്കെ പേപ്പർ വർക്ക്, എന്തെങ്കിലും കോൺട്രാക്റ്റ് സൈൻ ചെയ്യുക, ആ ഒരു എനർജിയും കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കുക ഈ ഒരു വീക്ക് വന്നിട്ട്. വേറെ എന്തൊക്കെ എനർജീസ് ആണുള്ളത്? താങ്ക് യു. ഹോസ്, ഷോർട്ട് ജേർണി, എഗെയിൻ ട്രാവൽ ബ്ലെസ്സിങ് ആണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു കാർഡിൽ വന്നിട്ട് ഒത്തിരി സ്ട്രെങ്ത്തും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. വേറെ എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണോ ഉള്ളത് നോക്കാം. പൈൽ നമ്പർ 2 ഈ ഒരു ടൈം പീരീഡിൽ. താങ്ക് യു. എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണുള്ളത്? സ്റ്റാർ, ഗ്യാരണ്ടീഡ് സക്സസ്. നിങ്ങൾക്ക് ഈ ഒരു വീക്കിൽ ഒത്തിരി സക്സസ് ഉണ്ടാകുന്നതാണ്. കുറച്ച് പേർക്ക് ഇത് ലവ്, റൊമാൻസ് അല്ലെങ്കിൽ കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കാം. അല്ലെങ്കിൽ സക്സസ് കൊണ്ടുതരുന്ന എന്തെങ്കിലും കാര്യങ്ങൾ, എന്തെങ്കിലും പ്രൊജക്ട്സ് നിങ്ങൾ ഈ ഒരു വീക്ക് സൈൻ ചെയ്യുന്നുണ്ടാകാം. അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാനായിട്ട് തുടങ്ങുന്ന ഒരു ടൈം പീരീഡും ആകാം. അപ്പോൾ അത് നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി സക്സസ് കൊണ്ടുവരുന്നതാണ്. മൂൺ, ചേഞ്ചസ് ഇൻ യുവർ ലൈഫ്. നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ, ഒത്തിരി ട്രാൻസ്ഫോർമേഷൻ്റെ എനർജി കൂടെ കടന്നു പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫുൾ പൊട്ടൻഷ്യൽ യൂസ് ചെയ്യാനായിട്ട് കുറച്ച് പേർക്ക് സാധിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ വിഷസ് മാനിഫെസ്റ്റ് ചെയ്ത് വരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഫൈനലായിട്ട് നിങ്ങളുടെ അഫർമേഷൻ എന്താണെന്ന് നോക്കാം. പൈൽ നമ്പർ 2 അഫർമേഷൻ എന്താണ് ഈ ഒരു വീക്കിൽ? താങ്ക് യു. 9 of Wands എനർജി, ഐ ക്യാൻ ആസ്ക് ഫോർ സപ്പോർട്ട്, ഐ ആം പേഷ്യൻറ്റ് ആൻഡ് കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ചും കൂടെ സമാധാനപരമായിട്ട് പേഷ്യൻസോടുകൂടി മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. എന്തെങ്കിലും ആങ്കർ ഇഷ്യൂസ് വരുന്നുണ്ടെങ്കിൽ അത് ബാലൻസ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. കുറച്ച് പേർക്ക് ഓവർവെൽമിങ് എനർജി ആയിരിക്കാം. ചിലപ്പോൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്തു തീർക്കാനായിട്ടുണ്ടാകാം. അല്ലെങ്കിൽ പെട്ടെന്നൊരു സക്സസ് വരുന്ന സമയത്ത്, പെട്ടെന്ന് ലൈഫിൽ ചേഞ്ചസ് വരുന്ന സമയത്ത് അതായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ള ആ ഒരു ബുദ്ധിമുട്ട് കുറച്ച് പേർക്ക് ഫീൽ ചെയ്യുന്നുണ്ടാകാം. അപ്പോൾ കുറച്ചൊന്ന് ബാലൻസ്ഡ് ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് ആൻഡ് സപ്പോർട്ടിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ, ചിലപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഒരു ജോലിക്ക് ഒരു സപ്പോർട്ട് വേണം, ഒരു അസിസ്റ്റൻസിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളത് ചോദിക്കാനായിട്ട് മടിക്കാതിരിക്കുക. കുറച്ച് പേർക്ക് ഇത് കരിയറിലായിരിക്കാം. ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾ തന്നെ ചെയ്യണം, എല്ലാം നിങ്ങൾ തന്നെ നോക്കി നടത്തണം എന്നുള്ള എനർജിയിൽ നിന്ന് മാറിയിട്ട് വിശ്വാസമുള്ള ആൾക്കാരോട് നിങ്ങളത് ഷെയർ ചെയ്യാനായിട്ട്, നിങ്ങളുടെ ആ ഒരു വർക്ക് കുറച്ചും കൂടെ സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളുടെ ബോഡീനെയും ഹെൽപ്പ് ചെയ്യുന്നതാണ്, കുറച്ചും കൂടെ ബാലൻസ്ഡ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ എഗെയിൻ വൈസ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കുക. കുറച്ച് പേർക്ക് നിങ്ങളുടെ സത്യം, നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ തുറന്നു പറയാനായിട്ടുള്ള പേടിയായിരിക്കാം. അതും നിങ്ങൾ ഈ ഒരു വീക്കിൽ ശ്രദ്ധിക്കുക. ബാക്കിൽ വന്നിട്ട് ഐ ലവ് മൈ ബോഡി, ഐ ചൂസ് പീസ്. നിങ്ങൾ ഈ ഒരു വീക്കിൽ സമാധാനം, സ്നേഹം ചൂസ് ചെയ്യുക. അതുപോലെ തന്നെ ബോഡിക്ക്, നിങ്ങളുടെ ഹെൽത്തിന് കുറച്ചും കൂടെ എക്സ്ട്രാ കെയർ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു അഫർമേഷൻ നിങ്ങൾക്ക് താഴെ എഴുതാവുന്നതാണ്. ഐ ആം പേഷ്യൻ്റ് ആൻഡ് കാം, ഐ ക്യാൻ ആസ്ക് ഫോർ സപ്പോർട്ട്,
കുറച്ച് പേർക്ക് ഈ ഒരു പേഷ്യൻസ് വന്നിട്ട് എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു എനർജിയിൽ നിങ്ങൾ ഇരിക്കുന്നുണ്ടാകാം. ആ ന്യൂസ് എപ്പോൾ വരും, ആ ഒരു എന്താ പറയുക, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എപ്പോൾ എൻ്റെ ലൈഫിലോട്ട് വരും, അതിനെക്കുറിച്ച് ഓർത്തിട്ടുള്ള ആ ഒരു ഓവർ തിങ്കിങ് എനർജി ആയിരിക്കാം. അതും കുറച്ചൊന്ന് ശ്രദ്ധിക്കുക. കാമായിട്ട് പേഷ്യൻസോടുകൂടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയാണ് പായൽ നമ്പർ 2 സെലക്ട് ചെയ്തവരുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.